ചവറ സ്വദേശിനിയായ അതുല്യ സതീഷാണ് ഈ രീതിയിൽ മരിച്ചത്. ഷാർജ റോളയിലെ ഫ്ളാറ്റിലാണ് ഈ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോളെ കല്യാണം കഴിച്ച അന്ന് തൊട്ടേ അവൻ മാനസിക പീഡനവും ശാരീരിക പീഡനവും അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുക എന്റെ കുഞ്ഞിന്. ഇപ്പോ വിഭജിക, മകൾ വൈഭവി, അതിനുശേഷം അതുല്യ, എല്ലാം സംഭവിച്ചിരിക്കുന്നത് ഷാർജയിലാണ്. ഞാൻ താമസിക്കുന്നത് ഷാർജയിൽ അൽഖാസ്മിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ വീട്, എന്റെ അപ്പാർട്ട്മെന്റ് നിൽക്കുന്നതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള 2 സ്ഥലങ്ങളിലാണ്, 2 ഡിറക്ഷൻ ആണെന്നേ ഉള്ളൂ. ഇന്നലെ അതുല്യ മരിച്ചിരിക്കുന്നത് റോള, വളരെ അടുത്താണ്. വിഭജികയും വൈഭവിയും ആത്മഹത്യ ചെയ്തത് അൽനഹദ എന്ന് പറയുന്ന അടുത്തടുത്ത്, ഞാൻ താമസിക്കുന്നതിന്റെ വളരെ അടുത്താണ്, വേണമെങ്കിൽ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ആദ്യത്തെ ഒരു മരണവാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബ്ഡ് ആയി. പക്ഷെ അതൊന്നും മാറുന്നതിന് മുമ്പ് തന്നെ അതുല്യാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വാർത്ത, അതും സമാനമായ ഒരു വാർത്ത. വളരെ നിരാശ തോന്നുന്നുണ്ട് എനിക്ക്. നിരാശ ഇന്നും ഇന്നലെയും തോന്നി തുടങ്ങിയതല്ല, കുറെ കാലങ്ങളായിട്ട്. കാരണം നമ്മൾ മലയാളികളുടെ ജീവിതത്തിന്റെ, ദൈനംദിന ജീവിതത്തിന്റെ, ദിവസേന എന്ന് പറയുന്ന പോലെ, ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേരളത്തിലെ ഒരു അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എഗെയിൻ പീഡനം, ഭർതൃപീഡനം. ദൈനംദിന ജീവിതത്തിൽ ദിവസേന എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കേസുകൾ മലയാളികളുടെ ഭാഗമായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കേൾക്കുമ്പോൾ ഒരു ഷോക്കൊന്നുമില്ല. 1-2 ദിവസത്തിലെ ചാനലുകളുടെ ഹോട്ട് ന്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മറക്കുകയാണ്. ഇത് കൂടെ കേട്ട് ഇത് കൂടെ വിടുന്ന വാർത്തകളായി മലയാളികളുടെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭർതൃപീഡനങ്ങളും ആത്മഹത്യകളും ഒട്ടും തന്നെ ന്യൂസ് വാല്യൂ ഇല്ലാത്ത വാർത്തകളായി നമ്മുടെ മലയാളികളുടെ ജീവിതത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വ്യത്യാസവും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നും ഒരേ ചർച്ചകൾ, ഒരേ കരച്ചിൽ, ഒരേ തരത്തിലുള്ള സഹതാപ തരംഗം കഴിഞ്ഞു. 1-2 ദിവസം കഴിഞ്ഞു, നമ്മൾ അവരെ മറക്കുന്നു. പിന്നെയും അതേ സംഭവങ്ങൾ സംഭവിക്കുന്നു. എന്ത് മാറ്റമാണ് നമ്മൾ കൊണ്ടുവരുന്നത്? എന്ത് ചർച്ചകളാണ്, എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിങ്ങനെ ഈ മരിച്ച ആളുകളെ, അതായത് അവരോട് നമ്മളിങ്ങനെ പലതും പറയുന്നത് കാണാം ഈ സോഷ്യൽ മീഡിയയിൽ. വേണ്ടിയിരുന്നില്ല, ഒന്നുകൂടി പിടിച്ചു നിൽക്കാമായിരുന്നില്ലേ, ഒന്നുകൂടി ബോൾഡ് ആവാമായിരുന്നില്ലേ, ജോലി ഉണ്ടായിരുന്നില്ലേ, സ്വന്തം കാലിൽ നിൽക്കാമായിരുന്നില്ലേ, അവിടെ നിന്ന് ഇറങ്ങി വരാമായിരുന്നില്ലേ, അങ്ങനെ അത് ചെയ്യാമായിരുന്നില്ലേ, ഇത് ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ ഈ മരിച്ചുപോയവരുടെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ രാമായണം എഴുതുന്നത് കാണുന്നുണ്ട്. ഞാനൊന്നും എഴുതാൻ പോയില്ല. കാരണം നമുക്കറിയാത്ത ജീവിതങ്ങളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. വിഭജിക എന്താണ് അനുഭവിച്ചത്, അതുല്യ എന്താണ് അനുഭവിച്ചത് നമുക്കറിയില്ല. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ചിട്ട് കേട്ടുകേൾവികളും കെട്ടുകഥകളും മാത്രമാണ്. അപ്പോ അങ്ങനെയുള്ള ജീവിതം അനുഭവിച്ചവരെയും അതിൽ ആത്മഹത്യ ചെയ്തവരെയും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വേണ്ടത് ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകളല്ല. അതായത് അവർക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു, അവർക്ക് കുറച്ചുകൂടി ധൈര്യം കാണിക്കാമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും, എല്ലാ കേസുകളിലും ഇതിനെപ്പറ്റി, ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അവരുടെ വീട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം, കുടുംബക്കാർക്കറിയാം, സുഹൃത്തുക്കൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത്? എന്താണ് നമ്മൾ ചെയ്തത്? അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നത്? ഇത് അവരുടെ ആ ആത്മഹത്യ ചെയ്ത ആളുകളുടെ മാത്രം കുറ്റമാണോ? എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ഞാനും ഒരു സ്ത്രീയാണ്. ഈ കൗമാരപ്രായവും യൗവനവും ഒക്കെ കഴിഞ്ഞ ഒരു മിഡിൽ ഏജിൽ എത്തി നിൽക്കുന്ന സ്ത്രീയാണ്. എനിക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ സാധിക്കും, ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ ചിലപ്പോ ഞാനും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുമായിരുന്നു. പക്ഷേ എന്റെ വ്യക്തിപരമായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ? അത് എന്റെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ കഴിവ് കൊണ്ടോ എന്റെ ധൈര്യം കൊണ്ടോ ഒന്നുമല്ല. അതിൽ നമുക്ക് പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് വലിയൊരു സ്വാധീനമുണ്ട്. അത് എന്റെ വീട്ടുകാരാവാം, എന്റെ സുഹൃത്തുക്കളാവാം, അങ്ങനെയുള്ള എന്റെ ഒരു ഇന്നർ സർക്കിൾ ആവാം. നീ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരെ, ഇങ്ങനെയൊന്നും സഹിച്ചു നിൽക്കേണ്ട ആളല്ല നീ, ഞങ്ങളുണ്ട് നിനക്കിവിടെ, നീ ഒന്നും ആലോചിക്കേണ്ട, അടുത്ത ബസ്സിന് അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് നീ ഇങ്ങോട്ട് പോരെ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഈ പെൺകുട്ടികൾക്ക് പുറകിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവരിങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ എത്തുമായിരുന്നു എന്നുള്ളത്. പക്ഷേ കാരണങ്ങൾ പലതായിരിക്കാം. നോക്കൂ, ഇപ്പോ പലതിലും ഞാൻ കാണുന്നത് വീട്ടുകാർ പറഞ്ഞിരുന്നു ഡിവോഴ്സിന് മൂവ് ചെയ്യാൻ. പക്ഷേ ഈ പെൺകുട്ടികൾ ഈ പറയുന്ന ടോക്സിക് റിലേഷൻഷിപ്പില് എന്തോ കാരണത്താൽ ഇങ്ങനെ കെട്ടുപെട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോ അതുല്യയുടെ കാര്യത്തിൽ ഞാൻ വായിച്ചത് കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഡിവോഴ്സ് ചെയ്യാൻ ആ കുട്ടിയെ ഉപദേശിച്ചതാണ്. പക്ഷെ ഈ പറയുന്ന ഒരു ടോക്സിക് റിലേഷൻഷിപ്പില് ഇയാള് ഇങ്ങനെയൊക്കെ അടിക്കും കുത്തും, അതിനുശേഷം വന്നിട്ട് കരയും, കാല് പിടിക്കും, മാപ്പ് പറയും. അപ്പോ മനസ്സലിഞ്ഞിട്ട് ഈ പെൺകുട്ടി തിരിച്ചു പോകും. ഇങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട് കേട്ടോ. അപ്പോ കാര്യങ്ങൾ ഭയങ്കര മൾട്ടി ഫാക്ടോറിയൽ ആണ്. ചിലപ്പോൾ അത് കുടുംബത്തിന്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അത് ഈ പെൺകുട്ടിയുടെ തന്നെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അത് സമൂഹത്തിന്റെ പ്രശ്നമായിരിക്കാം. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
എനിക്ക് കുടുംബക്കാരോട്, ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ വീട്ടുകാരോട്, പ്രത്യേകിച്ച് നിങ്ങളുടെ പെൺമക്കള് വിദേശത്താണ് എന്നുണ്ടെങ്കിൽ, UAE പോലെയുള്ള, ഇപ്പൊ എനിക്കറിയാലോ, ഞാനിവിടെ 3 വർഷം ആവാൻ പോകുന്നു ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടുത്തെ ഒരു സോഷ്യൽ സെറ്റപ്പ് എനിക്കറിയാം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളുകളെല്ലാം ഉണ്ടല്ലോ. ഇപ്പോ ഞാൻ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു, എന്റെ അടുത്ത അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളുകളെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, ഹായ് പറയാറുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് അവരെ പറ്റി കൂടുതലായിട്ട് ഒന്നും അറിയില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും ആണ് കാണുന്നത്. അവർക്ക് ഞങ്ങളെ പറ്റിയിട്ടും കൂടുതലായ വിശേഷങ്ങളോ വിവരങ്ങളോ ഒന്നും അറിയില്ല. ഇവിടുത്തെ ഒരു ജീവിത രീതി അങ്ങനെയാണ്. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാരാ നമുക്ക് അറിയില്ല, അവരെ പറ്റി നമുക്ക്. പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ ജോലിയിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ടെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ഇത് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ വളരെ കുറവാണ്. കൂട്ടുകാരുകൾ കുറവാണ്, സോഷ്യൽ റിലേഷൻഷിപ്പുകൾ കുറവാണ്, വർക്കിന്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഇവിടെയുള്ള ആളുകളെല്ലാം ഇങ്ങനൊരു കൂടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന പോലെ ഈ 4 ചുമരുകൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. അധിക ശതമാനം ആളുകളുടെയും കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെൺമക്കൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇത് ചർച്ച ചെയ്യാനോ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനോ ഒരു സമാധാനം കിട്ടാനോ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവര് നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ വീഡിയോ അയച്ചു തരുന്നു, നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് നാട്ടിലുള്ള നിങ്ങളുടെ പെൺമക്കളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി അറ്റൻഷൻ നിങ്ങൾ ഇവർക്ക് കൊടുക്കണം. ഒന്നുകിൽ നിങ്ങൾ ഇവിടെ വരിക, എന്നിട്ട് നേരിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി സംസാരിക്കുക. അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അവരോട് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറയുക. ബാക്കി കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് അവരുടെ ജീവൻ സേഫ് ആണെന്നുള്ളതാണ്. ആദ്യം അവർ സുരക്ഷിതരാണെന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. എന്നിട്ട് മാത്രം ബാക്കിയുള്ള ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അല്ലാത്ത പക്ഷം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആത്മഹത്യകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും. കാര്യം ഇവിടുത്തെ ഒരു ജീവിത രീതി അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ്. എല്ലാവരും ഇങ്ങനെ 4 ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇവിടെ. പല പല ടെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ അവർക്ക് ആരുടെയും സഹായം കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോ ദയവ് ചെയ്തിട്ട് മക്കളോട് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാതെ, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക പറയാതെ, നാണക്കേടായിരിക്കും നാട്ടില് ഡിവോഴ്സിനെ പറ്റി കേട്ട് കഴിഞ്ഞാൽ എന്ന് പറയാതെ, ആദ്യം അവരോട് തിരിച്ച് വീട്ടിലെത്താൻ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് എത്തുക. രണ്ടിലൊന്നും നിങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലാത്ത പക്ഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. നിങ്ങളുടെ കരച്ചിൽ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ ചാനലുകാർ 2 ദിവസം നിങ്ങളുടെ പിന്നാലെ വരും. 3ാമത്തെ ദിവസം അവർക്ക് വേറെ ന്യൂസ് കിട്ടും, അവർ പോവും. നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ മകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും കാര്യമില്ല. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിന് മാത്രമേ വിലയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്തിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അത് കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ പെൺമക്കളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു. പിന്നെ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ അവരെന്ത് സംഭവിച്ചാലും അവരെന്ത് നേരിട്ടാലും അവരവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ട ശേഷം കരയാനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. ഞാൻ വിഭജിക്കയുടെ കാര്യത്തിൽ ആ കുട്ടിയുടെ അമ്മ പറയുന്ന കേട്ടു, കുട്ടിക്ക് ഒരു അച്ഛൻ വേണമെന്ന് ഉള്ള കാര്യം കൊണ്ടാണ്. ഈ കുട്ടിക്ക് ഒരു അച്ഛൻ, നിങ്ങൾക്ക് എങ്ങനെയുള്ള അച്ഛനാ വേണ്ടത് നിങ്ങളുടെ മകൾക്ക്? ഇങ്ങനെയുള്ള അച്ഛനാണോ? ഞാൻ കേട്ടു അതുല്യയുടെ കുട്ടിക്ക് അച്ഛനെ പേടിയാണെന്നുള്ളത്. എങ്ങനത്തെ അച്ഛനാണ്? ഈ അച്ഛൻ എന്ന് പറയാൻ നാട്ടുകാരെ കാണിക്കാൻ ഒരു അച്ഛൻ ഉണ്ടായാൽ മതിയോ? നോക്കൂ, നിങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെയുള്ള ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് കണ്ടു വളരുന്ന കുഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ അച്ഛനും അമ്മയും തമ്മിൽ അടിയും പിടിയും കുത്തും ചവിട്ടും ഇങ്ങനെയൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് കണ്ടു വളരുന്ന കുഞ്ഞിന്റെ ജീവിതം തന്നെ നരകമായിരിക്കും. ആ കുഞ്ഞ് ഒരിക്കലും വേറൊരാളെ പിന്നെ വിശ്വസിക്കില്ല. ആ കുഞ്ഞിന് ബന്ധങ്ങളോട് പേടിയായിരിക്കും. അപ്പൊ നിങ്ങള് ഇങ്ങനെ ഒരു അച്ഛനെ ആ കുഞ്ഞിന് കൊടുക്കുന്നത് വഴി നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങള് മേ ബി ഒരു അച്ഛനും അമ്മയും എന്നുള്ള ഒരു ലേബൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കായിരിക്കും. നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ചിരിച്ചു കാണിക്കാനും അവരെ പറ്റിക്കാനും സാധിക്കായിരിക്കും. പക്ഷേ നിങ്ങൾ ശരിക്കും പറ്റിക്കുന്നത് ആരെയാണെന്നറിയോ? നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയുമാണ്. നിങ്ങൾ ശരിക്കും ക്രൂരത ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞിനോടാണ്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാണുന്ന കുഞ്ഞിന്റെ ജീവിതം ഭാവിയിൽ വലിയ പ്രശ്നങ്ങളിലൂടെ, വലിയ മെന്റൽ ട്രോമയിലൂടെ, വലിയ ഇമോഷണൽ ട്രോമയിലൂടെ നിങ്ങളുടെ കുഞ്ഞ് കടന്നു പോകുന്നുണ്ട്. അത് ആ കുഞ്ഞിന്റെ ഭാവിയെ കൂടി വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ കുഞ്ഞിനൊരു അച്ഛനെ ഉണ്ടാക്കി കൊടുക്കലല്ല നമ്മുടെ കാര്യം. അച്ഛനും അമ്മയും ഒക്കെ നല്ല അമ്മയായിട്ടേ കാര്യമുള്ളൂ, നല്ല അച്ഛനായിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല അച്ഛനും അമ്മയും വേണ്ടത്, കേട്ടോ. അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഒരു കുഞ്ഞായി എന്നുള്ളത് കൊണ്ട്, ഒരു കുഞ്ഞിന് ഒരു അച്ഛന്റെ ലേബിൾ വേണമെന്നുള്ളത് കൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കരുത്. അതൊരു അപേക്ഷയാണ്. പിന്നെ അവസാനമായിട്ട് ഇപ്പൊ അതുല്യയുടെ കാര്യത്തിൽ കേട്ടത്,
ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഈ പറയുന്ന ഭർത്താക്കന്മാര് പിന്നെ കാലി പിടിച്ച് കരഞ്ഞ് മാപ്പപേക്ഷിക്കുമ്പോൾ നമ്മൾ പിന്നെയും അലിയും. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ല അതിന്റെ അവസാനം. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ ട്രാപ്ഡ് ആയി പോകും, നിങ്ങൾ ശരിക്കും അകപ്പെട്ടു പോകും, ഒരു കെണിയിൽ അകപ്പെട്ടുന്ന പോലെ. അപ്പോ ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് എത്രയും വേഗം അതിൽ നിന്ന് സുരക്ഷിതയായിട്ട് പുറത്തു വരാൻ ശ്രമിക്കണം. ഈ പറയുന്ന രണ്ടുപേർക്കും പഠിച്ചവനാണ്, ജോലി ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ ആരെയാ നിങ്ങൾ പേടിക്കുന്നത്? ഈ സമൂഹത്തെയോ? ഈ സമൂഹമാണോ നിങ്ങൾക്ക് ചെലവിന് തരുന്നത്? ഈ സമൂഹമാണോ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നോക്കൂ, നമ്മൾ സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അതിനുള്ളൊരു തന്റേട് ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമായിട്ട് അതിന്റെ കൈ പിടിച്ച് അഭിമാനത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ഈ സമൂഹത്തിന് പേടിക്കേണ്ട കാര്യവും ഈ സമൂഹത്തിന് ഉത്തരം പറയേണ്ട കാര്യവും നമുക്കില്ല. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കൂ പ്ലീസ്. ഒരാണിന്റെയും തണലിൽ ജീവിക്കേണ്ട കാര്യം നമുക്കില്ല, നാട്ടുകാരെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛനമ്മമാരോടാണ്, പെൺമക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഉത്തരവാദിത്തം തീരുന്നില്ല, അവർ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നറിയുമ്പോ ഒരു സമാധാന വാക്ക്, തിരിച്ച് ധൈര്യമായിട്ട് വായോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം എന്നുള്ള ഒരു വാക്ക് നിങ്ങളുടെ മക്കളോട് പറയുക. അവരുടെ പിന്നിൽ ശക്തമായിട്ട് നിലകൊള്ളുക പ്ലീസ്. പിന്നെ പെൺമക്കളോടാണ്, പെൺകുട്ടികളോടാണ്, കല്യാണം കഴിഞ്ഞ ഭാര്യമാരോടാണ്, നല്ല ഒരു ഭർത്താവ് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ, നല്ല ഒരു അച്ഛൻ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അതല്ല എന്ന് മനസ്സിലാക്കുന്നിടത്തോളം, മനസ്സിലായ അതേ നിമിഷം ധൈര്യമായിട്ട് തല ഉയർത്തിപ്പിടിച്ച് പുറകോട്ട് നടക്കുക. സ്വന്തം കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ കൈ ശക്തമായി പിടിച്ചുകൊണ്ട് പുറകോട്ട് നടക്കുക. ധൈര്യമായിട്ട് തനിയെ ജീവിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക. എന്തും നല്ലതാണെങ്കിലേ കാര്യമുള്ളൂ, നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല നമ്മുടെ ജീവിതം, കേട്ടോ. അപ്പൊ ഇത്രയും പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ ഒറ്റോ നിങ്ങൾക്ക് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇനിയെങ്കിലും ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കാതിരിക്കണം എന്നുള്ളൊരു ആശ മാത്രമേ ഉള്ളൂ. അറിയില്ല എത്രത്തോളം അത് പ്രായോഗികമാവും എന്നുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയുന്നു. ബൈ.